ആരാണ് ബ്ലേഡ്? ബ്ലേഡ് എന്ന മൂവീസിലും ഡെഡ്പൂൾ ആൻഡ് വോൾവറിലും ബ്ലേഡ് എന്ന ക്യാരക്ടറിനെ നമ്മൾ കണ്ടു. ബ്ലേഡ് ആരാണെന്നും ബ്ലേഡിന്റെ ഒറിജിനും പവേഴ്സും ഒക്കെ എന്താണെന്നും അറിയാനായിട്ട് ഈ വീഡിയോ ഫുള്ള് കാണുക. നിങ്ങൾ ഇതുവരെയും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് ബ്ലേഡിന്റെ ഒറിജിൻ സ്റ്റോറിയിലേക്ക് പോകാം. 1973 പുറത്തിറങ്ങിയ ദ ടോംബ് ഓഫ് ഡ്രാക്കുള എന്ന കോമിക്സിന്റെ 10ാമത്തെ ഇഷ്യൂവിലാണ് ബ്ലേഡ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. എറിക് ബ്രൂക്സ് എന്നാണ് ബ്ലേഡിന്റെ യഥാർത്ഥ പേര്. ടാന എന്ന ഒരു ലാറ്റ്വേറിയൻ അഭയാർത്ഥിയായിരുന്നു എറിക് ബ്രൂക്സിന്റെ അമ്മ. ഒരു അഭയാർത്ഥി ആയതുകൊണ്ട് തന്നെ ടാന പിന്നീട് വനേസ ബ്രൂക്സ് എന്ന പേര് സ്വീകരിക്കുന്നു. അങ്ങനെ ഇരിക്കെ വനേസയ്ക്ക് അതികഠിനമായ പ്രസവ വേദന അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഫ്രണ്ട്സ് അവിടേക്ക് ഒരു ഡോക്ടറിനെ വിളിച്ചു വരുത്തുന്നു. ഡീക്കൻ ഫ്രോസ്റ്റ് എന്നാണ് ആ ഡോക്ടറിന്റെ പേര്. ഡീക്കൻ ഫ്രോസ്റ്റ് യഥാർത്ഥത്തിൽ ഒരു വാമ്പയർ ആയിരുന്നു. ഡീക്കൻ ഫ്രോസ്റ്റ് വനേസയെ കടിച്ചു കൊല്ലുകയാണ്. ഒരു വാമ്പയർ ആണ് വനേസയെ കടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനേസയുടെ വയറ്റിലുണ്ടായിരുന്ന എറിക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്റ്റഡ് ആവുകയാണ്. അവിടെയുള്ളവർ ഓടി വന്നതോടെ ഡീക്കൻ ഫ്രോസ്റ്റ് രക്ഷപ്പെട്ടെങ്കിലും വനേസയെ രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ വനേസയുടെ മകനായ എറിക്കിനെ അവർ രക്ഷപ്പെടുത്തുന്നു. എറിക്കിന്റെ ബോഡിയിൽ വാമ്പയറിന്റെ എൻസൈംസ് കയറിയിട്ടുണ്ടെങ്കിലും എറിക്കിന് വാമ്പയറിസം ബാധിച്ചില്ല. അതായത് എറിക്ക് ഒരു വാമ്പയർ ആയിട്ട് മാറിയില്ല എന്ന് തന്നെ പറയാം. എന്നാൽ പകരം അദ്ദേഹം ഒരു ദാമ്പയർ ആയിട്ട് മാറുകയാണ്. സാധാരണയായിട്ട് ഒരു ഹ്യൂമനും ഒരു വാമ്പയറും കൂടി ചേരുമ്പോഴാണ് ഒരു ദാമ്പയർ ആകുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതെ, ബ്ലേഡ് ഒരു ഹാഫ് ഹ്യൂമനും ഹാഫ് വാമ്പയറുമാണ്. സൂപ്പർ സ്ട്രെങ്ത്, ആക്യൂട്ട് സെൻസസ്, സൂപ്പർ സ്പീഡ്, സൂപ്പർ എജിലിറ്റി, സൂപ്പർ ഡ്യൂറബിലിറ്റി, റെഡ്യൂസ്ഡ് ഏജിംഗ്, ഇതെല്ലാം തന്നെ എറിക് ബ്രൂക്സ് അഥവാ ബ്ലേഡിന്റെ പവേഴ്സ് ആണ്. ബ്ലേഡ് ഒരു വാമ്പയർ ഹണ്ടർ ആണ്. വാമ്പയേഴ്സിനെ ഹണ്ട് ചെയ്ത് അവയെ ഇല്ലാതാക്കുക എന്നതാണ് ബ്ലേഡിന്റെ ലക്ഷ്യം. ബ്ലേഡ് ഒരു ഹാഫ് ഹ്യൂമനും ഹാഫ് വാമ്പയറും ആയതുകൊണ്ട് തന്നെ ബ്ലേഡിന് പകൽ സമയത്തും പുറത്തിറങ്ങി നടക്കാൻ സാധിക്കും. എന്നാൽ മറ്റു വാമ്പയേഴ്സിന് അത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വാമ്പയേഴ്സിന്റെ ഇടയിൽ ദ ഡേ വോക്കർ എന്ന പേരിലും ബ്ലേഡ് അറിയപ്പെടുന്നുണ്ട്. സോ ഗൈസ്, ഇതൊക്കെയാണ് ബ്ലേഡിന്റെ ഒറിജിനും പവേഴ്സും എബിലിറ്റീസും ഒക്കെ. എനിക്ക് പറ്റുന്നത് പോലെ ഈ വീഡിയോ പൂർത്തിയാക്കാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർവൽ കോമിക്സിലെ മറ്റ് ക്യാരക്ടേഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ആ വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.